ഹലോ ആൾ ഡോട്ട്നെറ്റ് കോറിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഈ വീഡിയോ സീരീസിൽ നമ്മൾ ഡോട്ട്നെറ്റ് കോറിനെ പറ്റിയാണ് ഡിസ്കസ് ചെയ്യുന്നത്. നമ്മൾ ഡോട്ട്നെറ്റ് കോറിന്റെ ബേസിക്സ് എന്താണെന്ന് നോക്കി. അതുപോലെ തന്നെ കഴിഞ്ഞ വീഡിയോകളിൽ നമ്മളൊരു ഡാറ്റാബേസ് ടേബിൾ ക്രിയേറ്റ് ചെയ്തു. അത് കൂടാതെ തന്നെ നമ്മൾ കൺട്രോളറും ഒരു വ്യൂവും ക്രിയേറ്റ് ചെയ്യുന്നത് എങ്ങനെയെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പോൾ ഈ വീഡിയോയിൽ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്ത വ്യൂവിലേക്ക് എങ്ങനെ ഡാറ്റ പോപ്പുലേറ്റ് ചെയ്യാം എന്ന് നോക്കാം. അതായത് നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഡാറ്റാബേസിൽ നിന്ന് നമ്മൾ കാറ്റഗറി എന്ന് പറയുന്ന ഒരു ടേബിൾ നമ്മളുടെ ഡാറ്റാബേസിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കാറ്റഗറി ലിസ്റ്റ് എന്ന് പറയുന്ന ഒരു വ്യൂ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഈ കാറ്റഗറി എന്ന് പറയുന്ന ടേബിളിൽ നിന്ന് നമ്മളുടെ ലിസ്റ്റ് പേജിലേക്ക് എങ്ങനെ ഡാറ്റ പോപ്പുലേറ്റ് ചെയ്യാം നോക്കാം. അപ്പോൾ നമ്മൾ ടേബിൾ പുതുതായിട്ടാണ് ക്രിയേറ്റ് ചെയ്ത് നമുക്ക് എന്തെങ്കിലും ഡാറ്റ നമ്മളുടെ വ്യൂവിൽ കാണിക്കണമെങ്കിൽ നമുക്ക് ടേബിളിൽ ഡാറ്റ വേണം. അപ്പോൾ ഇതൊരു പുതിയ ടേബിളാണ്. നമ്മൾ ഡാറ്റയൊന്നും ഇൻസർട്ട് ചെയ്തിട്ടില്ല. ക്രിയേറ്റും റീഡും കൂടുതൽ ഓപ്പറേഷൻസ് നമ്മൾ ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യും. അപ്പോൾ നമുക്ക് ആദ്യമേ നമ്മളുടെ ടേബിളിലേക്ക് കുറച്ച് ഡാറ്റ ഇൻസർട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് എൻറ്റിറ്റി ഫ്രെയിംവർക്ക് വെച്ചിട്ട് നമുക്ക് ഡാറ്റാബേസിലേക്ക് ഡാറ്റ നമുക്ക് ഇൻസർട്ട് ചെയ്യാൻ പറ്റും. നമ്മൾ ക്രിയേറ്റ് ഓപ്പറേഷൻ അല്ലാതെ തന്നെ അതിനെ സീഡ് എന്നാണ് പറയുന്നത്. അതായത് ചില കേസസിൽ നമുക്ക് ഇങ്ങനെ ചെയ്യേണ്ടതായിട്ട് വരും. ഇപ്പം നമ്മളൊരു ആപ്ലിക്കേഷൻ ക്രിയേറ്റ് ചെയ്യുന്നു. ഒരു പുതിയ ആപ്ലിക്കേഷൻ ക്രിയേറ്റ് ചെയ്യുന്നു. അപ്പോൾ ആപ്ലിക്കേഷൻ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നതിന് മുമ്പ് കുറച്ച് എക്സിസ്റ്റിംഗ് ഡാറ്റ ഉണ്ടാവും. ആ എക്സിസ്റ്റിംഗ് ഡാറ്റേനെ നമുക്ക് നമ്മൾ ഡാറ്റാബേസിലേക്ക് ഇൻസർട്ട് ചെയ്യണമെങ്കിൽ നമുക്ക് എൻറ്റിറ്റി ഫ്രെയിംവർക്കിൻ്റെ സീഡ് എന്ന് പറയുന്ന ഫംഗ്ഷനാലിറ്റി യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ നമ്മളുടെ കാറ്റഗറി ടേബിളിലേക്ക് എങ്ങനെ കുറച്ച് ഡാറ്റ സീഡ് ചെയ്യാമെന്ന് നോക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഇൻസർട്ട് ചെയ്യുന്ന ഡാറ്റ നമ്മളുടെ കാറ്റഗറി ലിസ്റ്റിൽ എങ്ങനെ നമുക്ക് ഡിസ്പ്ലേ ചെയ്യാമെന്നും നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ സാധാരണഗതിയിൽ നമ്മളൊരു ടേബിളിൽ നിന്ന് ഡാറ്റ റീഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെ ചെയ്യാറുണ്ട്? നമ്മളൊരു സ്റ്റോർഡ് പ്രൊസീജിയർ എഴുതണം. പിന്നെ ആ സ്റ്റോർഡ് പ്രൊസീജിയറിനെ നമ്മളുടെ ആപ്ലിക്കേഷൻ നമ്മുടെ ഡാറ്റ ആക്സസ് ലെയറിൽ വിളിക്കണം. ആ ഡാറ്റ ആക്സസ് ലെയറിൽ വിളിക്കുന്ന ഡാറ്റേനെ നമ്മളുടെ കൺട്രോളറിൽ കോൾ ചെയ്തിട്ട് നമുക്കത് വ്യൂവിൽ ഡിസ്പ്ലേ ചെയ്യിക്കാം. പക്ഷേ എൻറ്റിറ്റി ഫ്രെയിംവർക്കിൽ ഈ ഓപ്പറേഷൻ വളരെ ഈസിയാണ്. നമുക്കത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. നമുക്ക് എക്സാമ്പിളിലേക്ക് പോകാം. ഇതാണ് നമ്മൾ ഇപ്പം ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മളുടെ പ്രോജക്റ്റ്. ഇതിനകത്ത് നമ്മൾ കൺട്രോളറും അതുകൊണ്ട് തന്നെ നമ്മൾ വ്യൂവും ക്രിയേറ്റ് ചെയ്തു. അത് കണ്ടിട്ടില്ലാത്തവർ കഴിഞ്ഞ വീഡിയോകളിൽ റെഫർ ചെയ്യുക. അപ്പോൾ നമുക്ക് ഈ വീഡിയോയിൽ നമ്മുടെ ഡാറ്റാബേസിലേക്ക് ആദ്യം എങ്ങനെ നമുക്ക് കുറച്ച് ഡാറ്റ സീഡ് ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് നമ്മളുടെ ആപ്ലിക്കേഷനിൽ ഇനി എന്ത് ഡാറ്റാബേസ് റിലേഷണലായിട്ടുള്ള ഓപ്പറേഷൻ വന്നാലും അത് എല്ലാം നമ്മളിനി ചെയ്യുന്നത് ആപ്ലിക്കേഷൻ DB കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്ന ക്ലാസ്സിലായിരിക്കും. കാരണം ഇവിടെ നമുക്ക് DB കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്ന ഒരു ക്ലാസ് നമ്മൾ ഇൻഹെറിറ്റ് ചെയ്തിട്ടുണ്ട്. ഡാറ്റാബേസിലെ കംപ്ലീറ്റ് ഇൻട്രാക്ഷനും ഈ DB കോണ്ടെക്സ്റ്റ് വഴിയായിരിക്കും നടക്കുന്നത്. അപ്പോൾ എന്ത് ഡാറ്റാബേസ് ഇൻട്രാക്ഷൻ്റെ കോഡ് ഉണ്ടെങ്കിലും നമ്മൾ ഇനി എഴുതുന്നത് ആപ്ലിക്കേഷൻ DB കോണ്ടെക്സ്റ്റിൽ എന്ന് പറയുന്ന ക്ലാസ്സിലായിരിക്കും. അപ്പോൾ ഇതിനകത്ത് നമുക്ക് എങ്ങനെയാണ് നമ്മളുടെ ഡാറ്റാബേസിലേക്ക് ഡാറ്റ സീഡ് ചെയ്യുക അല്ലെങ്കിൽ ഇൻസർട്ട് ചെയ്യുക എന്ന് നോക്കാം. അപ്പോൾ നമുക്ക് അതിന് വേണ്ടിയിട്ട് നമ്മളുടെ DB കോണ്ടെക്സ്റ്റിനകത്ത് ഒരു ഓവർറൈഡ് മെത്തേഡ് ഉണ്ട്. നമുക്ക് ആ മെത്തേഡിനെ നമുക്കിവിടെ ഓവർറൈഡ് ചെയ്യാം. ഓവർലോഡ് മെത്തേഡിന്റെ പേരാണ് ഓൺ മോഡൽ ക്രിയേറ്റിംഗ്. നമുക്കിതൊന്ന് ഓവർറൈഡ് ചെയ്യാം. പ്രൊട്ടക്റ്റഡ് ഇതൊരു ഓവർറൈഡ് മെത്തേഡാണ്. അതുകൊണ്ട് തന്നെ ഓവർറൈഡ് വോയിഡ് നമ്മളുടെ മെത്തേഡ് എന്ന് പറയുന്നത് ഓൺ മോഡൽ ക്രിയേറ്റിംഗ് ആണ്. അപ്പോൾ നമുക്കത് സെലക്ട് ചെയ്യാം. വോയിഡ് ഓൺ മോഡൽ ക്രിയേറ്റിംഗ്. ഓക്കെ. അപ്പോൾ ഇതിൻ്റെ ഒരു പാരാമീറ്റർ ഉണ്ട്. അത് ഒരു മോഡൽ ബിൽഡറാണ്. ഇനി ഈ മോഡൽ ബിൽഡറിലേക്ക് നമുക്ക് നമ്മളുടെ ഡാറ്റ നമുക്ക് അസൈൻ ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമുക്ക് ഈ മോഡലിലേക്കാണ് നമ്മളുടെ ഡാറ്റ നമുക്ക് ആഡ് ചെയ്യേണ്ടത്. അപ്പം അതിനകത്തേക്ക് ആഡ് ചെയ്യാനായിട്ട് മോഡൽ ബിൽഡർ ഡോട്ട് എൻറ്റിറ്റി നമുക്ക് ഏത് എൻറ്റിറ്റിയാണ് ആഡ് ചെയ്യേണ്ടത്? നമുക്ക് ഏത് ടേബിളിലേക്കാണ് ഡാറ്റ ആഡ് ചെയ്യേണ്ടത്? കാറ്റഗറി. അപ്പോൾ കാറ്റഗറി ടേബിളിന് കറസ്പോണ്ടിങ് നമ്മളൊരു കാറ്റഗറി മോഡൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്കത് ഇവിടെ കാറ്റഗറി മോഡൽ നമുക്ക് കൊടുക്കാം. ഇനി ഇതിനകത്തേക്കാണ് നമുക്ക് ഡാറ്റ ആഡ് ചെയ്യേണ്ടത്. ഡോട്ട് ഹാസ് ഡാറ്റ നമുക്ക് ഇതിനകത്തേക്ക് നമ്മളുടെ ഡാറ്റ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതിനകത്തേക്ക് ആഡ് ചെയ്യുന്നെങ്കിൽ നമ്മൾ ഈ കാറ്റഗറി മോഡലിലേക്ക് നമുക്ക് നമ്മളുടെ ആവശ്യമുള്ള ഡാറ്റ നമുക്ക് ആഡ് ചെയ്യാം. ന്യൂ കാറ്റഗറി ID equal to 1. So the name is equal to category 1.
ഇനി നമുക്ക് ഡിസ്പ്ലേ ഓർഡർ ഈക്വൽ ടു 1. നമുക്ക് ഈ 3 പാരാമീറ്റർ നമുക്കിതിനകത്ത് പാസ് ചെയ്ത് കൊടുക്കാം. ഇനി ഒരു റെക്കോർഡും കൂടെ ഇൻസേർട്ട് ചെയ്യണമെങ്കിൽ നമുക്ക് ഇവിടെ ഒരു റോയും കൂടെ ക്രിയേറ്റ് ചെയ്താൽ മതി. id is equal to 2, category is equal to 2, order is equal to 2. നമുക്ക് ഇതേപോലെ നമുക്ക് എത്ര റെക്കോർഡ് വേണമെങ്കിലും നമുക്കിവിടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഒരു റെക്കോർഡും കൂടെ ആഡ് ചെയ്യുന്നു. അപ്പോൾ നമ്മളെ ഡാറ്റ അസൈൻ ചെയ്തു. ഇനി നമുക്കത് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു മെത്തേഡും കൂടെ നമുക്ക് വിളിക്കണം. ബേസ് ഡോട്ട് ഓൺ മോഡൽ ക്രിയേറ്റ്. അതിനകത്തേക്ക് നമ്മളുടെ മോഡൽ ഒബ്ജക്റ്റ് നമുക്ക് പാസ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നമ്മളുടെ ഡാറ്റ സീഡ് ചെയ്യുന്നതിന് നമുക്ക് ഇത്രയും മാത്രം ചെയ്താൽ മതി. ഇനി നമുക്ക് ഈ ഡാറ്റ നമ്മുടെ ഡാറ്റാബേസിലേക്ക് ആഡ് ചെയ്യണം. അപ്പോൾ നമുക്ക് ഡാറ്റാബേസിലേക്ക് എന്ത് ഓപ്പറേഷൻ നമുക്ക് ചെയ്യണമെങ്കിലും അത് നമുക്ക് മൈഗ്രേഷൻ ചെയ്യണം. അപ്പോൾ മൈഗ്രേഷൻ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടിരുന്നു. അത് എങ്ങനെയായിരുന്നു നമ്മൾ മൈഗ്രേഷൻ ചെയ്യുന്നത്? ടൂൾസ്, പാക്കേജ് മാനേജർ കൺസോൾ. നമുക്ക് മൈഗ്രേഷൻ ചെയ്യുന്നതിന് നമ്മളുടെ സ്ക്രിപ്റ്റ് നമുക്ക് എക്സിക്യൂട്ട് ചെയ്യാം. അപ്പോൾ നമ്മുടെ സ്ക്രിപ്റ്റ് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മൈഗ്രേഷൻ ചെയ്യുന്നതിനുള്ള സ്ക്രിപ്റ്റ് മുമ്പിലത്തെ വീഡിയോയിൽ കണ്ടിരുന്നു. നമ്മുടെ മൈഗ്രേഷൻ ചെയ്യാനുള്ള സ്ക്രിപ്റ്റ് ആഡ് ഹൈഫൻ മൈഗ്രേഷൻ, എന്നിട്ട് അതിനൊരു പേര് സീഡ് കാറ്റഗറി ടേബിൾ. നമ്മുടെ മൈഗ്രേഷൻ സക്സസ് ആയിട്ടുണ്ട്. ഇപ്പം നമ്മൾ മൈഗ്രേഷൻ്റെ സ്ക്രിപ്റ്റ് കാണണമെങ്കിൽ നമുക്ക് മൈഗ്രേഷൻ എന്ന് പറയുന്ന ഫോൾഡറിൽ പോവുകയാണെങ്കിൽ നമ്മളിപ്പം ചെയ്തതാണ് സീഡ് കാറ്റഗറി ടേബിൾ. അത് ജസ്റ്റ് ഡബിൾ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ സ്ക്രിപ്റ്റ് നമുക്കിവിടെ കാണാവുന്നതാണ്. അതിനകത്തേക്ക് നമ്മൾ ടേബിളിനകത്തേക്ക് ഡാറ്റ ഇൻസെർട്ട് ചെയ്യുന്ന സ്ക്രിപ്റ്റ് നമുക്കിവിടെ ക്രിയേറ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ മൈഗ്രേഷൻ സ്ക്രിപ്റ്റ് നമുക്ക് ക്രിയേറ്റ് ചെയ്തു. ഇനി എന്ത് ചെയ്യണം? നമ്മളുടെ ഡാറ്റാബേസ് അപ്ഡേറ്റ് ചെയ്യണം. അപ്പോൾ ഡാറ്റാബേസ് അപ്ഡേറ്റ് ചെയ്യുന്ന സ്ക്രിപ്റ്റ് എന്തായിരുന്നു? അപ്ഡേറ്റ് ഹൈഫൻ ഡാറ്റാബേസ്. ഓക്കെ, ഇതും കൂടെ എക്സിക്യൂട്ട് ചെയ്യാം. ഇനി നമ്മളുടെ ടേബിളിലേക്ക് പോയി നോക്കാം നമ്മളുടെ ഡാറ്റ ഇൻസെർട്ട് ആയിട്ടുണ്ടോയെന്ന്. നമ്മളുടെ ടേബിളിൽ പോയി നമുക്ക് ചെക്ക് ചെയ്യാം. ടേബിൾ ചെക്ക് ചെയ്യുന്നതിന് നമുക്കൊരു പുതിയ ക്വറി എടുക്കാം. നമ്മൾ SQL സെർവറിനെ പറ്റി വളരെ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട്. നമ്മൾ ക്വറി എഴുതുന്നതും ബാക്കി ഡീറ്റെയിൽസും സ്റ്റോർ പ്രൊസീജിയർ ഫംഗ്ഷൻ എല്ലാം തന്നെ വളരെ ഡീറ്റെയിൽ ആയിട്ട് ചെയ്തിട്ടുണ്ട്. അതറിയാത്തവർ ആ വീഡിയോ ഒന്ന് റെഫർ ചെയ്യുക. അപ്പോൾ നമുക്ക് നമ്മളുടെ ഡാറ്റാബേസിലേക്ക് പോകാം. നമ്മുടെ ഡാറ്റാബേസ് MVC ടെസ്റ്റ് ആണ്. നമുക്ക് ന്യൂ ക്വറി എടുക്കാം. നമുക്ക് നമ്മുടെ ടേബിളിൽ നിന്ന് ഡാറ്റ സെലക്ട് ചെയ്യാം. സെലക്ട് സ്റ്റാർ ഫ്രം കാറ്റഗറീസ്. നമുക്കൊന്ന് എക്സിക്യൂട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ ഇൻസെർട്ട് ചെയ്ത റെക്കോർഡ്സ് ഇവിടെ ഇൻസെർട്ട് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഡാറ്റാബേസിലേക്ക് ഡാറ്റ സീഡ് ചെയ്തു. ഇനി നമുക്ക് ഈ സീഡ് ചെയ്ത ഡാറ്റ നമ്മളുടെ ആപ്ലിക്കേഷൻ വഴി എങ്ങനെ റീഡ് ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ അതിന് ആദ്യമേ നമുക്കിപ്പം നമുക്ക് ആപ്ലിക്കേഷൻ DB കോണ്ടെക്സ്റ്റ് എന്ന് പറഞ്ഞ ക്ലാസ് ഉണ്ട്. അതിനകത്ത് നമ്മളെ ടേബിളിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്കൊരു DB സെറ്റ് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ഇതിനകത്ത് നിന്ന് എൻറ്റിറ്റി ഫ്രെയിംവർക്ക് യൂസ് ചെയ്തിട്ട് നമ്മുടെ ഡാറ്റാബേസ് ടേബിളിൽ നിന്ന് ഡാറ്റ റീഡ് ചെയ്യാൻ വളരെ സിമ്പിളാണ്. നമുക്ക് ആ ടേബിളിൽ നിന്ന് റീഡ് ചെയ്യാനുള്ള കംപ്ലീറ്റ് ഫംഗ്ഷനാലിറ്റി നമ്മുടെ DB കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്ന ബേസ് ക്ലാസ്സിനകത്ത് ഉണ്ടാവും. ആ DB കോണ്ടെക്സ്റ്റ് നമുക്ക് ഈ കാറ്റഗറി എന്ന് പറഞ്ഞ DB സെറ്റ് യൂസ് ചെയ്ത് നമുക്ക് ടേബിളിലെ ഡാറ്റ നമുക്ക് റീഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് നമ്മളുടെ ഹോം കൺട്രോളറിൽ പോകാം. അപ്പോൾ എനിക്കിവിടെ വേണ്ടത് എനിക്ക് ആപ്ലിക്കേഷൻ DB കോണ്ടെക്സ്റ്റിൻ്റെ ഒരു ഒബ്ജക്റ്റ് നമുക്കിവിടെ ക്രിയേറ്റ് ചെയ്യണം. ഇപ്പോൾ നോർമൽ കേസിൽ നമ്മൾ ആ ക്ലാസ്സിനെ വിളിച്ചിട്ട് നമുക്ക് ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. പക്ഷേ ഇത് .NET Core ആണ്. .NET Coreനകത്ത് നമ്മൾ ഡിപ്പെൻഡൻസി ഇഞ്ചക്ഷൻ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഞാൻ ഓൾറെഡി നമ്മളുടെ ആപ്ലിക്കേഷൻ DB കോണ്ടെക്സ്റ്റ് നമ്മൾ ഡിപ്പെൻഡൻസി ഇഞ്ചക്ഷൻ യൂസ് ചെയ്ത് നമ്മളുടെ പ്രോഗ്രാം ക്ലാസ്സിൽ ഞാൻ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഇനി നമ്മൾ വീണ്ടും ആ DB കോണ്ടെക്സ്റ്റിൻ്റെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യേണ്ട കാര്യമില്ല. പകരം നമ്മൾ ഇവിടുന്ന് ഇഞ്ചക്ട് ചെയ്യുന്ന ഒബ്ജക്റ്റ് നമുക്ക് കൺസ്ട്രക്ടർ വഴി നമുക്കത് ആക്സസ് ചെയ്യാം. അപ്പോൾ ഒരു കൺസ്ട്രക്ടർ ക്രിയേറ്റ് ചെയ്യുന്നതിന് നമുക്ക് CTOR കൊടുത്തിട്ട് ടാബ് കൊടുക്കാം. ഇനി
എനിക്ക് വേണ്ടത് ആപ്ലിക്കേഷൻ ടി പി കോണ്ടാക്ട്സ്, അതായത് നമ്മുടെ പ്രോഗ്രാം ക്ലാസ്സിൽ നിന്ന് ഇൻജെക്ട് ചെയ്യുന്ന ഒബ്ജക്റ്റ് നമുക്കിവിടെ റിസീവ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ആപ്ലിക്കേഷൻ ടി പി കോണ്ടാക്ട്സിന്റെ ഒരു ഒബ്ജക്റ്റ് നമുക്കിവിടെ ക്രിയേറ്റ് ചെയ്യാം. ആപ്ലിക്കേഷൻ db context. ഓക്കെ, അത് അതായത് നമ്മളുടെ ഡിപ്പെൻഡൻസി ഇൻജെക്ഷൻ വഴി പാസ് ചെയ്യുന്ന ഒബ്ജക്റ്റ് റീഡ് ചെയ്യാൻ വേണ്ടി ഞാൻ ഇവിടെ ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തു. അപ്പം ഇവിടെ നമുക്ക് കിട്ടുന്ന ഒബ്ജക്റ്റിനെ നമ്മുടെ ആപ്ലിക്കേഷനിലെ ഒരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്ത് അതിനകത്തേക്ക് അസൈൻ ചെയ്യണം. അപ്പം നമുക്കിവിടെ ഒരു പ്രൈവറ്റ് വേരിയബിളും കൂടി നമുക്കിവിടെ ക്രിയേറ്റ് ചെയ്യാം. പ്രൈവറ്റ് റീഡ് ഓൺലി. നമുക്ക് ആപ്ലിക്കേഷൻ ടി ബി കോണ്ടെക്സ്റ്റിന്റെ ഒബ്ജക്റ്റ് തന്നെയാണ് വേണ്ടത്. നമുക്ക് ഒരു പ്രൈവറ്റ് വേരിയബിൾ നമുക്കിവിടെ ക്രിയേറ്റ് ചെയ്യാം. എന്നിട്ട് നമ്മളുടെ ഈ പ്രൈവറ്റ് വേരിയബിളിലേക്ക് നമ്മൾ ഇൻജെക്ട് ചെയ്ത് ഡിപ്പെൻഡൻസി ഇൻജെക്ഷൻ വഴി ഇൻജെക്ട് ചെയ്ത് വരുന്ന ഒബ്ജക്റ്റ് നമുക്ക് എടുത്ത് അസൈൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി ഈ നമ്മളുടെ ഒബ്ജക്റ്റ് ഇവിടെ ക്രിയേറ്റ് ചെയ്തു. ഈ ഒബ്ജക്റ്റ് യൂസ് ചെയ്തിട്ട് നമുക്ക് നമ്മളുടെ ആപ്ലിക്കേഷൻ ടി പി കോണ്ടാക്ട്സിലെ മെത്തേഡ്സ് നമുക്ക് കോൾ ചെയ്യാം. അപ്പോൾ അതിനായിട്ട് നമുക്ക് നമ്മളുടെ വ്യൂവിൽ നമ്മളുടെ ഒബ്ജക്റ്റ് ഡോട്ട് നമ്മളുടെ ആപ്ലിക്കേഷൻ ടി ബി കോണ്ടാക്ട്സിന്റെ ഒബ്ജക്റ്റ് യൂസ് ചെയ്തിട്ട് ഇപ്പം നമുക്ക് ആപ്ലിക്കേഷൻ ടി ബി കോണ്ടാക്ട്സിലെ എല്ലാ പ്രോപ്പർട്ടീസും മെത്തേഡ്സും നമുക്ക് അവിടെ ആക്സസ് ചെയ്യാൻ പറ്റും. നമുക്ക് വേണ്ടുന്ന ഏതാണ്? നമ്മുടെ ടേബിളിന്റെ പേര് കാറ്റഗറീസ് എന്ന് പറയുന്ന ഡി ബി സെറ്റ് ആണ്. അപ്പോൾ നമുക്ക് ഹോം കൺട്രോളറിൽ പോയിട്ട് ആപ്ലിക്കേഷൻ ടി ബി കോണ്ടാക്ട്സ് ഡോട്ട് കാറ്റഗറീസ്, ആ ടേബിളിലെ ഫുൾ ഡേറ്റയാണ് വേണ്ടത്. അപ്പോൾ നമുക്ക് അതിനകത്തുള്ള ഫുൾ ഡേറ്റ കിട്ടണമെങ്കിൽ ടു ലിസ്റ്റ് കൊടുത്താൽ മതി. അപ്പോൾ ഇത് റിട്ടേൺ ചെയ്യുന്നത് ഒരു ലിസ്റ്റ് ആയിരിക്കും. എന്തിന്റെ ലിസ്റ്റ് ആയിരിക്കും? നമ്മുടെ കാറ്റഗറി എന്ന് പറയുന്ന ടേബിളിന്റെ ഒരു ലിസ്റ്റ് ആയിരിക്കും. അപ്പോൾ അത് നമ്മളൊരു ലിസ്റ്റ് വേരിയബിളിനകത്ത് നമുക്ക് സേവ് ചെയ്ത് വെക്കണം. ലിസ്റ്റ് എന്തിന്റെ ആയിരിക്കും? ഇതൊരു കാറ്റഗറി എന്ന് പറയുന്ന ടേബിളിന്റെ ലിസ്റ്റ് ആണ്. കാറ്റഗറി, നമുക്ക് കാറ്റഗറീസ് എന്ന് പറയുന്ന ഒരു ഒബ്ജക്റ്റ് ഉണ്ടാക്കി നമുക്ക് ഈ വാല്യൂസിനെ നമ്മുടെ കാറ്റഗറീസ് എന്ന് പറയുന്ന ലിസ്റ്റ് വേരിയബിളിനകത്തേക്ക് നമുക്ക് അസൈൻ ചെയ്ത് വെക്കാം. അപ്പോൾ നമ്മൾ ടേബിളിൽ നിന്ന് ഡേറ്റ റീഡ് ചെയ്യുന്നതിന് നമുക്ക് ഇത്രയും മാത്രം കൊടുത്താൽ മതി. നമുക്കിതൊന്ന് ആപ്ലിക്കേഷൻ ഒന്ന് റൺ ചെയ്യാം. നമുക്ക് ഇവിടെ ഒരു ബ്രേക്ക് പോയിന്റ് കൂടി ഇടാം. നമുക്ക് ആപ്ലിക്കേഷൻ ഒന്ന് എക്സിക്യൂട്ട് ചെയ്യാം. ഓക്കെ, നമ്മൾ ഒരു ചെറിയ മിസ്റ്റേക്ക് ചെയ്തു. അതായത് നമ്മളിപ്പം എഴുതിയ കോഡെല്ലാം ഹോം കൺട്രോളറിനകത്താണ് എഴുതിയത്. പക്ഷെ നമുക്കത് വേണ്ടത് നമ്മളൊരു പുതിയ കൺട്രോളർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, കാറ്റഗറി കൺട്രോളർ. അപ്പോൾ നമുക്ക് ഈ കോഡിനെ നമ്മുടെ കാറ്റഗറി കൺട്രോളറിലേക്ക് നമുക്ക് മാറ്റാം. അപ്പോൾ ഈ സംഭവം നമുക്ക് ഇവിടെ വേണ്ട, പകരം നമുക്ക് കാറ്റഗറി കൺട്രോളർ മതി. അതായത് നമ്മൾ കാറ്റഗറിയുടെ ലിസ്റ്റാണ് എടുക്കുന്നത്. നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. സ്റ്റോപ്പ് ചെയ്തിട്ട് കാറ്റഗറി കൺട്രോളറിൽ നമുക്കിത് പേസ്റ്റ് ചെയ്യാം. അതോടൊപ്പം തന്നെ ഓക്കെ, നമ്മളുടെ കൺസ്ട്രക്ടർ ആണ്. നമ്മുടെ ഇവിടുത്തെ കൺസ്ട്രക്ടർ ഹോം കൺട്രോളർ അല്ല, കാറ്റഗറി കൺട്രോളർ ആണ്. അതുപോലെ തന്നെ നമുക്ക് ഈ ലിസ്റ്റ് റീഡ് ചെയ്യുന്നതും നമുക്ക് ഇവിടുന്ന് കാറ്റഗറി കൺട്രോളറിലേക്ക് മൂവ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഹോം കൺട്രോളറിൽ നിന്നെല്ലാം നമ്മൾ കാറ്റഗറി കൺട്രോളറായിട്ട് മാറ്റി. നമുക്ക് ആപ്ലിക്കേഷൻ ഇനി ഒന്നുകൂടെ റൺ ചെയ്യാം. നമുക്ക് അതോടൊപ്പം തന്നെ നമുക്ക് ഇവിടെ ഒരു ഡീബഗർ പോയിന്റ് കൂടെ കൊടുക്കാം. ഇവിടെ നമുക്ക് ഡിബഗർ പോയിന്റ് വേണ്ട, നമുക്കിത് കളഞ്ഞിട്ട് നമുക്ക് ഒന്നും കൂടെ എക്സിക്യൂട്ട് ചെയ്യാം. അപ്പോൾ നമ്മളുടെ ആപ്ലിക്കേഷൻ റൺ ആയിട്ടുണ്ട്. നമുക്ക് കാറ്റഗറി സെലക്ട് ചെയ്യാം. നമ്മുടെ ഡീബഗർ പോയിന്റ് ഹിറ്റ് ആയിട്ടുണ്ട്. നമുക്കൊന്ന് ഡീബഗ് ചെയ്യാം. ഓക്കെ, നമ്മൾ ഇപ്പം ഇവിടെ മൗസ് ഓവർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ 3 ഡേറ്റ നമുക്കിവിടെ
റിട്ടേൺ ആയിട്ട് വന്നിട്ടുണ്ട്. 3 ഡാറ്റ. അതായത് നമ്മൾ 3 റോയാണ് നമുക്ക് ഇൻസേർട്ട് ചെയ്തത്. ഡിസ്പ്ലേ ഓർഡർ, ഐഡി, നെയിം, കാറ്റഗറി 1, കാറ്റഗറി 2, കാറ്റഗറി 3 3 ഡാറ്റ നമുക്കിവിടെ ആപ്ലിക്കേഷനിൽ നിന്ന് റീഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വളരെ സിമ്പിൾ ആയിട്ട് നമ്മൾ ഡാറ്റാബേസിൽ നിന്ന് റീഡ് ചെയ്തു. നമ്മൾ ഈ ഒരു ലൈൻ കോഡ് മാത്രമാണ് നമ്മൾ ആ ഡാറ്റ റീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കുന്നത്. പക്ഷെ നമ്മൾ ADO.NET ആണ് യൂസ് ചെയ്തിരുന്നെങ്കിൽ നമ്മൾ സീക്വൽ സെർവറിനകത്ത് നമുക്ക് സ്റ്റോർ പ്രൊസീജിയർ എഴുതണം. ടേബിളിൽ നിന്ന് ഡാറ്റ റീഡ് ചെയ്യാൻ, അത് കഴിഞ്ഞിട്ട് ഒരു ഡാറ്റ ആക്സസ് ലെയർ വേണം ആ സ്റ്റോർ പ്രൊസീജിയറിനെ കോൾ ചെയ്യാനായിട്ടുള്ളത്. എന്നിട്ട് അതിനെ വേണം നമ്മുടെ കൺട്രോളർ കോൾ ചെയ്യാൻ. ഇവിടെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട. ഇവിടെ നമുക്ക് വളരെ സിമ്പിൾ ആണ്. നമുക്ക് ജസ്റ്റ് ഈ ഒരു ലൈൻ മാത്രം കൊടുത്താൽ മതി. അപ്പോൾ നമ്മളുടെ ഡാറ്റാബേസിൽ നിന്ന് നമ്മൾ ഡാറ്റ റീഡ് ചെയ്തെടുത്തു. ഇനി ഈ റീഡ് ചെയ്ത ഡാറ്റനെ നമ്മളുടെ വ്യൂവിൽ ഡിസ്പ്ലേ ചെയ്യിക്കണം. അപ്പോൾ അത് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.